ഭാര്യയോടുള്ള പക വീട്ടാൻ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവ്. അങ്കമാലിയിലെ പാറക്കടവെന്ന ഗ്രാമം ഇപ്പോഴും ആ വാർത്തയുടെ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. സംഭവം നടന്ന് 7 ദിവസത്തിന് ശേഷമാണ് പാറക്കടവ് സ്വദേശി ബാലനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധയിടങ്ങളിലായി ഒളിവിൽ കഴിയായിരുന്ന പ്രതിയെ ചേർത്തല ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബാലൻ ഭാര്യ ലളിതയെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് പാറക്കടവ് സ്വദേശി ബാലൻ വീട്ടിൽ വെച്ച് ഭാര്യ ലളിതയെ കൊലപ്പെടുത്തിയത്. മകൾ ശുചിമുറിയിൽ പോയ സമയത്ത് പുറത്തുനിന്ന് പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം. മകൾ ശുചിമുറിയിൽ കുടുങ്ങിയതിനാൽ വൈകുന്നേരം മകൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ സമയമായപ്പോഴേക്കും ബാലൻ സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നും പോയിരുന്നു. തുടർന്ന് മകൻ പോലീസിൽ വിവരം അറിയിച്ചു. വീടിനുള്ളിലെ സെറ്റിയിലാണ് ലളിതയുടെ മൃതദേഹം കണ്ടത്. ഭർത്താവ് ബാലൻ ലളിതയുടെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ കടന്നുകളഞ്ഞ പ്രതി വിവിധയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് ചേർത്തല ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ബാലന്റെ ഫോട്ടോ പുറത്തുവിട്ട പോലീസ് പ്രതിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് മക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഡിവൈഎസ്പി എ പ്രസാദ്, ഇൻസ്പെക്ടർമാരായ പി ലാൽകുമാർ, SI മാർട്ടിൻ ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് 18 കൊച്ചി.